Hey, hello everyone, welcome back to my channel. So, ഇന്ന് ഞാനൊരു അടിപൊളി ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ബിഗിനേഴ്സിന് വരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ്. ക്യാൻവാസ് പെയിൻറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പേടിച്ചിട്ട് ബാക്ക് അടിക്കല്ലേ, ഇതൊന്ന് കണ്ടു നോക്കും, ഇത് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ ഓക്കെ വിട്ടേക്ക്. പക്ഷേ ഇത് അത്രയും വളരെ സിമ്പിളായിട്ട് ഒട്ടും വരയ്ക്കാൻ അറിയാത്തവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ്. ഇപ്പോൾ ക്യാൻവാസ് എടുത്തു കഴിയുമ്പോൾ നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ക്യാൻവാസ് പ്രിപ്പയർഡ് ആയിട്ടുള്ള ക്യാൻവാസ് ആണോ എന്ന് നോക്കുക. അല്ലാത്തതാണെങ്കിൽ നിങ്ങളൊന്ന് ജെസ്സോ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ജെസ്സോ മേക്കിംഗ് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് അതൊന്ന് കണ്ടു നോക്കുക. അപ്പം അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാൻവാസ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഏത് പിക്ചറാണോ നമ്മൾ വരയ്ക്കാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു പിക്ചറിനെ നമുക്കൊന്ന് റഫായിട്ട് ഒന്ന് ക്യാൻവാസിലോട്ട് വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേസ് ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓരോരോ കളേഴ്സായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ റെഡിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റെഡ് അടിക്കുമ്പം കംപ്ലീറ്റ് ഏതൊക്കെ പോർഷനിൽ റെഡ് ഉണ്ടോ ആ പോർഷനൊക്കെ നമുക്ക് റെഡ് അടിച്ചിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് മറ്റേ കളറിലേക്ക് പോവാം. അല്ലാതെ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോയിന്റിലുള്ള എല്ലാ കളേഴ്സും മിക്സപ്പ് ചെയ്തിട്ട് അങ്ങനെ പോകാൻ നിൽക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ റെഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നേരം മാക്സിമം എവിടെയൊക്കെ റെഡ് കൊടുക്കാറുണ്ടോ അവിടെയൊക്കെ റെഡ് കൊടുത്തതിന് ശേഷം മാത്രം അടുത്തൊരു കളറിലേക്ക് പോവാം. അപ്പം ഇപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ഞാനിപ്പോൾ എക്രലിക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ആ പെയിൻറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഷെയ്ഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാറായിട്ടില്ല, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതങ്ങനെ അങ്ങ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആയതിന് ശേഷം അടുത്ത പെയിൻറ്റിൽ നമുക്ക് ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കംപ്ലീറ്റ് റെഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. എവിടെയൊക്കെ റെഡ് ഉണ്ടോ അവിടെയൊക്കെ ഞാൻ റെഡ് അടിക്കാൻ പോകും.
ഇനി നമുക്ക് കുറച്ച് ബ്ലാക്ക് എടുത്തിട്ട് അതിൻ്റെ എഡ്ജസിലൊന്ന് ഒന്ന് ജസ്റ്റ് ആയിട്ട് ലൈറ്റായിട്ട് ഒന്ന് കൊടുത്തതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കംപ്ലീറ്റ് ആയിട്ട്. എന്നാൽ മാത്രമേ അതൊന്ന് എടുത്ത് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെറുതെ ഒരു കളറ് ഗ്രീന് മാത്രം അടിച്ചതുകൊണ്ട് ഒരു ഫേസിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല, ഒരു ലൈഫ് ഉണ്ടാവില്ല ഫേസിൽ, വെറുതെ അടിച്ചു പോയതുപോലെ തോന്നത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷെയ്ഡിങ് ചെയ്യണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നത്. അപ്പോൾ ഷെയ്ഡിങ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് ടൈം എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇതിൻ്റെ ആ ബോർഡേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ ചീക്സിൻ്റെ രണ്ട് സൈഡിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ബ്ലാക്ക് കണ്ണിന് കൊടുത്തിട്ടുണ്ട്, കൃഷ്ണമണിക്കും ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു നെറ്റിയുടെ ആ ചെറിയൊരു പോർഷനിൽ കൂടെ ബ്ലാക്ക് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തത്, അത് ഷെയ്ഡിങ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാനത് കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ബ്ലാക്കും ആ ഒരു പൊട്ടിനും കൂടി ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് മാത്രം ഒന്ന് അടിച്ചു കൊടുക്കുക. അതിൽ പ്രത്യേകിച്ച് ഒന്നും മിക്സ് ചെയ്തിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് അക്രിലിക് പെയിൻറ്റ് തന്നെ ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്നും കൂടി ആ ഗ്രീൻ എടുത്തിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, കംപ്ലീറ്റ് ആയിട്ട് ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്.
ആ യെല്ലോയിലേക്ക് കുറച്ചും കൂടെ വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റ് ആക്കിയതിന് ശേഷം ഒന്ന് നമുക്ക് ഈ യെല്ലോ പോർഷനിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ലൈറ്റ് ടു ഡാർക്ക് എന്നുള്ളൊരു ഷെയ്ഡ് പോലെ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. നമുക്കത് മിക്സ് ചെയ്ത് വൈറ്റിലേക്ക് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ലൈറ്റ് ആക്കിയിട്ടുണ്ടായി യെല്ലോ കളറ്. അതൊന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു നെറ്റിയുടെ ഫസ്റ്റത്തെ പോർഷനിലും ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന പോർഷനിലും പിന്നെ ആ പൊട്ടുള്ള ഭാഗത്തേക്കുമായിട്ട് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഷെയ്ഡ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പോയിന്റ് എത്താൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ബ്ലാക്ക് അടിച്ചു കൊടുക്കുക, ഡയറക്റ്റായിട്ട് അക്രിലിക് കളർ അങ്ങനെ അങ്ങ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഏരിയ ഒന്ന് നമുക്ക് ബ്ലാക്ക് അടിച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്യാം. നമ്മളുടെ കുറച്ചും കൂടെ വർക്കുകൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഹെഡിൻ്റെ ഏരിയയിൽ കുറച്ച് റൗണ്ട് ആയിട്ടുള്ള അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. സ്റ്റോൺ വർക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്, അപ്പോൾ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാനുണ്ട്. പിന്നെ കംപ്ലീറ്റ് വർക്കിനെ നമ്മളൊന്ന് ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്യാനുണ്ട്. പിന്നെ ആ താടിയുടെ പോർഷനിലൊന്ന് ഹൈലൈറ്റ് ചെയ്യണം, 3D എഫക്റ്റ് ചെയ്യാനുണ്ട്. അത്രയേ ഉള്ളൂ ബാക്കി. പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ സ്റ്റോൺ വർക്ക് ചെയ്തിടത്തിൽ, അതായത് ഹെഡ് പോർഷൻ്റെ അവിടെ ഉള്ളത് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് വെച്ചിട്ട് ആ സെയിം റൗണ്ട് ഡിസൈൻ ഒന്ന് ബ്ലാക്ക് വെച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് വളരെ സിമ്പിളാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാണ്ടുന്നത്. പിന്നെ താടിയുടെ പോർഷൻ സെയിം തന്നെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു, ആ ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടി. സെയിം കളർ, ആ ആഷ് കളറിൻ്റെ കൂടെ ഇച്ചിരി കൂടെ വൈറ്റ് കളർ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ആ ഒരു ബോർഡേഴ്സിലൂടെ റൺ ചെയ്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.